എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 6 കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയും ഒരു ദിവസവും കഴിഞ്ഞ സാഹചര്യത്തിൽ ബിഗ് ബോസിനകത്ത് പ്രധാന കണ്ടന്റായിരുന്ന പ്രധാന കോൺട്രവേഴ്സി താരമായിരുന്ന ജാസ്മിൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളതിനെ പറയും ഒരു ന്യായീകരണ വീഡിയോ. ജാസ്മിൻ നല്ലൊരു കലാകാരിയാണ് അല്ലേ, അങ്ങനെ എന്തോ പറയുമല്ല, തന്നെയാണ്. ആ കലാകാരി എന്താണെന്നുള്ളത് ആ വീഡിയോയിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ്റെ വീഡിയോ അതിലാരെയും പേര് പറഞ്ഞിട്ടില്ല, ഒരു കാര്യവും മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ജാസ്മിൻ ചെയ്തതെല്ലാം ശരിയാണ് എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്, വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ജാസ്മിൻ ഇന്നലെ ലൈവ് വന്നപ്പോഴും പല ചോദ്യങ്ങൾക്കും കൊടുത്ത മറുപടി അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ജാസ്മിൻ ബിഗ് ബോസ് സീസൺ 6 വീഡിയോസ് എല്ലാം എടുത്ത് കണ്ടിട്ട് അതിലെന്ത് ന്യായീകരണമാണ് ജാസ്മിൻ നിരത്തുന്നതെന്ന് സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചറിയാം. ജാസ്മിൻ അറിയാം ചെയ്തതെല്ലാം ശരിയായിരുന്നില്ല എന്നും, ജാസ്മിൻ അത്തരത്തിലൊരു സ്ട്രാറ്റജി പിടിച്ച് അവിടെ നിന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസം അവിടെ നിൽക്കാൻ പറ്റിയതെന്നുള്ളത് ജാസ്മിൻ അറിയാം. അതെന്തോ കാണിച്ച് ജാസ്മിൻ നിന്നു. പക്ഷേ എന്താണ് പറഞ്ഞത്, ജാസ്മിൻ എന്നെ വിശ്വസിച്ച കുറച്ച് പേര് ജാസ്മിനെ പറ്റിച്ചു, ജാസ്മിനെ അതിനകത്ത് കണ്ടതല്ല പുറത്ത് വന്നതെന്നൊക്കെ പറയുമ്പം നമ്മൾ കണ്ടതാണ് ജാസ്മിൻ അതിനകത്ത് എന്താണ് കാണിച്ചതെന്നുള്ളത്, എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞത്. പ്രത്യേകിച്ച് ജിൻ്റെ കൃത്യമായിട്ട് മൈക്ക് ധരിക്കാതെ 4, 5, 6 പ്രാവശ്യമായപ്പോൾ അവസാനം ബിഗ് ബോസ് എന്നെ വിളിച്ച് പറഞ്ഞു, ജോലി ചെയ്യാൻ വിളിക്കുമ്പോൾ എനിക്കിവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഹൈജീനിൻ്റെ 7 അയലത്തൂടി പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കാലിലെന്തോ സുഖമില്ലാതായതുകൊണ്ട് കടിച്ചതാണ്. എന്ത് പറഞ്ഞാലും ശരി, അവിടെ വലിയ മെഡിക്കൽ ടീമൊക്കെ ഉള്ളതാണ്. അപ്പം ഹൈജീൻ ഇല്ലായിരുന്നു, കൃത്യമായിട്ട് ജോലി ചെയ്തിട്ടില്ല, ഗെയിം കളിക്കാൻ കൃത്യസമയത്ത് എത്താറില്ലായിരുന്നു. എന്ത് പറഞ്ഞാലും ജാസ്മിൻ്റെ സൗകര്യത്തിനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പുറത്ത് നടന്നത് സൗഹൃദമായിരുന്നെങ്കിൽ അത് യാതൊരുവിധ പ്രശ്നവും ഇല്ലെങ്കിൽ ജാസ്മിൻ്റെ അച്ഛൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്ന സമയത്ത് എന്തിനാണ് ഒരു മാല ഊരിക്കളിച്ചും ഒരു ഫോട്ടോ എടുത്ത് വലിച്ചീറിക്കളഞ്ഞ് അതിനകത്തൊരു ഡ്രാമ സൃഷ്ടിച്ചത്? പുറത്തൊന്നുമില്ല, അങ്ങനെ ഒരു ശരിയായ കാര്യമാണ് പറയുന്നതെങ്കിൽ ഹൗസിനുള്ളിൽ കയറി ജാസ്മിൻ പറയുന്നത് ഇങ്ങനെയൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ബിഗ് ബോസ് സീസൺ 6 കഴിഞ്ഞതിന് ശേഷം തൻ്റെ പഴയൊരു വാല്യൂ തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് ഈ വീഡിയോയിലൂടെ നടത്തുന്നതെന്ന് എന്തായാലും മനസ്സിലായി. പക്ഷേ ഇത് വലിയൊരു ഷോയാണ്, വളരെയധികം ആളുകൾ കാണുകയും ആളുകൾക്ക് കണ്ടുകൊണ്ട് ലൈവ് വരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോ ആയതുകൊണ്ട് ഇപ്പം ഈ കാണിച്ച ഈ ഒരു ന്യായീകരണവും അതിനകത്ത് നടത്തിയതിന് എത്ര തെളിവുകൾ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഇത്ര ന്യായീകരിച്ചാൽ അതൊരിക്കലും ശരിയായ രീതിയിൽ വരില്ല. ഇപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം തെറ്റുകളെ ന്യായീകരിക്കുകയില്ല, ഞാൻ അങ്ങനെ ഒരു സ്ട്രാറ്റജി പിടിച്ച് അതിനകത്ത് നിന്നു എന്ന് പറഞ്ഞാൽ ആ ന്യായീകരണം ശരിയാണ്. ഞാൻ അങ്ങനെ ഒരു ഞാൻ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി പിടിച്ച് 100 ദിവസം നിൽക്കാൻ വേണ്ടി തന്നെയാണ് പോയതെന്ന് പറഞ്ഞാൽ മാത്രമേ ഈ വീഡിയോയിൽ പറയുന്ന കാര്യം സത്യമാവുള്ളൂ. അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങളെ ഇങ്ങനെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു ന്യായീകരണ വീഡിയോ മാത്രമായി പോകും. അതാണ് ഇത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത്.